നമസ്കാരം. ഇറാനെതിരെയുള്ള സൈനിക നീക്കം വരും ആഴ്ചകളിൽ അതിരൂക്ഷമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ അവശേഷിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തകർക്കുമെന്നും രാജ്യത്തെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് സൂചന നൽകിയത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ നമ്മുടെ സൈന്യം ഇറാനിൽ അവശേഷിക്കുന്നത് തകർത്തു തുടങ്ങിയിട്ടേയുള്ളൂ. ഇനി പാലങ്ങളും വൈദ്യുതി നിലയങ്ങളുമാണ് ലക്ഷ്യം. അവിടെ എന്തു ചെയ്യണമെന്ന് അവർക്കറിയാം. അത് വേഗത്തിൽ വേണം, ട്രംപ് കുറിച്ചു. ഇറാന്റെ പ്രധാന ഗതാഗത സംവിധാനങ്ങളും ഊർജ്ജ നിലയങ്ങളും തകർക്കുന്നതിലൂടെ രാജ്യത്തെ പൂർണ്ണമായും നിശ്ചലമാക്കുക എന്ന തന്ത്രമാണ് അമേരിക്കൻ സൈന്യം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിലും ട്രംപ് സമാനമായ ഭീഷണി മുഴക്കിയിരുന്നു. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ ഇറാൻ കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടൺ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും ഊർജ്ജ സ്രോതസ്സുകളും ബോംബിട്ട് തകർക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതോടെയാണ് നിലവിലെ യുദ്ധം തുടങ്ങിയത്. ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്ക നേരിട്ട് പങ്കെടുക്കുന്ന ഏറ്റവും വലിയ സൈനിക നീക്കമാണിത്. ട്രംപിന്റെ പുതിയ ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിയമവിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സിവിലിയന്മാരുടെ ദൈനംദിന ജീവിതത്തിന് അത്യാവശ്യമായ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കുന്നത് ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്ന് 100-ലധികം അന്താരാഷ്ട്ര നിയമ വിദഗ്ധർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1949 ജനീവ കൺവെൻഷൻ പ്രകാരം സൈനിക ലക്ഷ്യങ്ങളും സിവിലിയൻ വസ്തുക്കളും തമ്മിൽ വേർതിരിക്കേണ്ടതുണ്ട്. സിവിലിയന്മാരെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകളെ തള്ളിക്കളയുന്ന സമീപനമാണ് വൈറ്റ് ഹൗസ് സ്വീകരിക്കുന്നത്. യുദ്ധം ആഗോള വിപണിയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയർന്നത് പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കി. ഇറാന്റെ എണ്ണക്കപ്പലുകൾക്കും ശുദ്ധീകരണശാലകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകൾ വന്നതോടെ തന്നെ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനിലും അയൽരാജ്യമായ ലെബനനിലും ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറിയതാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. സംഘർഷം കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ട്രംപിന്റെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ലോക നേതാക്കളെയും കുഴപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ കൃത്യമായ ലക്ഷ്യങ്ങളോ അവസാനിക്കുന്ന സമയമോ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. അമേരിക്കയുടെ സൈനിക ശക്തിയെ പുകഴ്ത്തുമ്പോഴും നയതന്ത്രപരമായ പരിഹാരത്തിനുള്ള സാധ്യതകൾ ട്രംപ് ആരായുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. എന്തായാലും ഇറാൻ വിട്ടുകൊടുക്കാതെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ഇതിനിടയ്ക്ക് ഇറാൻ ഇസ്രായേലിന്റെ പല ഭാഗത്തും മിസൈൽ വർഷിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്.